എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. അപ്പൊ നേരെ നമുക്ക് സുമിത്രയുടെ നാളത്തെ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ സിദ്ധാർത്ഥും സത്യയും സരസ്വതി അമ്മയും കൂടിയൊക്കെ നിന്ന് പറയുന്ന കാര്യങ്ങള് സുമിത്ര അപ്പുറം നിന്ന് കേൾക്കുക. അപ്പൊ കേട്ട പാടെ തന്നെ സുമിത്രയ്ക്ക് സിദ്ധുവിന്റെ മനസ്സിലിരിപ്പ് പിടികിട്ടി. ഇനി ഇങ്ങനെയുള്ള ഒരാളെ ഈ വീട്ടിൽ വെച്ച് പൊറപ്പിച്ചു കഴിഞ്ഞാല് അത് തനിക്ക് വലിയൊരു പാരയായി മാറുമെന്ന് മനസ്സിലാക്കി തന്നെ സുമിത്രയാണെങ്കിലും സിദ്ധുവിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പം സിദ്ധു ആണെങ്കിലും സുമിത്രയെ കണ്ടതും, അല്ല സുമിത്ര, തന്റെ സങ്കടമൊക്കെ മാറിയോ? തനിക്ക് വലിയ സങ്കടമൊക്കെ ആയിരുന്നല്ലോ ദീപുവിന്റെ കാര്യമൊക്കെ ആലോചിച്ച്. അതൊന്നും ഇപ്പൊ പ്രശ്നമില്ല. എന്തായാലും അവൻ എന്നോട് ചെയ്ത ചതി, ആ ചതി ഞാൻ ഒരിക്കലും പൊറുക്കാൻ തയ്യാറല്ല. അവനുള്ളത് ഞാൻ കൊടുത്തോളാം എന്നും പറഞ്ഞ് കാര്യങ്ങൾ പറയാണ് സുമിത്ര. സിദ്ധാർത്ഥിന് ഇപ്പൊ എങ്ങനെയുണ്ട്? സിദ്ധാർത്ഥിന്റെ വയ്യായികയൊക്കെ കുറഞ്ഞോ എന്ന് ചോദിക്കുമ്പം ഇപ്പൊ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനിയിപ്പൊ ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആടോ. എനിക്കിപ്പം സന്തോഷം മാത്രമേ ഉള്ളൂ. നമ്മുടെ മക്കളും താനും ഞാനും ഒക്കെ കൂടി ശ്രീനിലയത്തിലേക്ക് പോകുന്ന ആ ഒരു കാര്യം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു എന്ന് പറയുമ്പം സുമിത്ര സിദ്ധുവിനോട് പറയാണ്, അതെ, ഞാൻ നിങ്ങളോട് നേരത്തെയും പറഞ്ഞായിരുന്നു, ശ്രീനിലയം നഷ്ടപ്പെടുത്തിയത് നിങ്ങളാണ്. അച്ഛൻ എനിക്ക് തന്ന മുതല് അത് ഞാൻ നിങ്ങളെ ഭദ്രമായിട്ട് ഏൽപ്പിച്ചതാണ്. പക്ഷേ അത് നിങ്ങളുടെ പിടിപ്പുകേട് കൊണ്ട് നഷ്ടപ്പെട്ടു. ഇനി അത് തിരികെ പിടിച്ചിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണിച്ചോ. പക്ഷേ അങ്ങോട്ടേക്ക് ഇനി ഞാൻ ഉണ്ടാവില്ല എന്നുള്ള കാര്യം പറയുകയാണ്. അപ്പൊ സിദ്ധുവിന് അത് വലിയ വിഷമമൊക്കെ ആയി കേട്ടോ. മോളെ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്നും ചോദിച്ച് സരസ്വതി അമ്മയാണെങ്കിൽ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഉടനെ തന്നെ സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, സുമിത്ര, നമ്മുടെ മക്കളും താനും ഞാനും ഒക്കെ കൂടി ചേർന്ന് ആ വീട്ടിൽ താമസിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതിന് താൻ തയ്യാറല്ലേ എന്ന് ചോദിക്കുമ്പം ഒരിക്കലും ഇല്ല സിദ്ധു, നമ്മൾ വേർപിരിഞ്ഞ ആൾക്കാരല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ബന്ധം ഇനി ഒരിക്കലും കൂട്ടിച്ചേർക്കാൻ നോക്കണ്ട. സിദ്ധുവിന് മക്കളെയും സ്നേഹിക്കാം, അതുപോലെ സിദ്ധുവിന്റെ അമ്മയെയും സ്നേഹിക്കാം. പക്ഷെ അവിടെ ഞാൻ അന്യാണ് എന്നുള്ള കാര്യം സുമിത്ര ഓപ്പൺ ആയിട്ട് പറയുകയാണ്. അപ്പൊ സിദ്ധു ആണെങ്കിൽ വലിയ വിഷമത്തിൽ നിൽക്കുന്നത് കാണുമ്പോൾ സരസ്വതി അമ്മയാണെങ്കിലോ, എടി മോളെ, നീ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും എനിക്കിപ്പോൾ മനസ്സിലായി, എൻ്റെ മകനെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞു വിടാനുള്ള മാർഗമല്ലേ നീ നോക്കിയത്. അതുകൊണ്ട് ഈ സരസ്വതി എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ ആയിരിക്കും എൻ്റെ മകനും താമസിക്കുക. അതുകൊണ്ട് സുമിത്ര, നീ അധികം അങ്ങോട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. എൻ്റെ മോനുമായിട്ട് യോജിച്ചു പോകുന്നതായിരിക്കും നിന്റെയും ഭാവിക്ക് നല്ലതെന്ന് പറയുമ്പം അമ്മ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത്? അമ്മ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത് തന്നെ എൻ്റെ കാരുണ്യത്തിലാണ് എന്ന് അമ്മ മറന്നുപോയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒരു നിമിഷം നമ്മുടെ സരസ്വതി അമ്മയാണെങ്കിലോ വൃദ്ധസദനത്തിൽ നിന്ന് വന്ന കാര്യമൊക്കെ ആലോചിക്കുക കേട്ടോ. എന്തായാലും പുള്ളിക്കാരി ചില സമയങ്ങളിലെല്ലാം വൃദ്ധസദനം മറന്നു പോകാറുണ്ട്. ശരണ്യ കൊണ്ടുപോയി ആക്കിയ സ്ഥലത്ത് നിന്നും സുമിത്രയാണ് രക്ഷപ്പെടുത്തിയത്. ഈ കാര്യങ്ങളൊന്നും ഇവർ ചിന്തിക്കുന്നേ ഇല്ല. അപ്പം ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, സുമിത്രയ്ക്ക് പറയാനുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. അങ്ങനെ ആ ഒരു സീൻ കഴിയുമ്പോഴാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് അനന്യയാണ് കേട്ടോ. അനന്യയാണെങ്കിൽ തൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ എങ്ങനെയെങ്കിലും അനിയുടെ അടുത്തൊന്ന് സംസാരിച്ച് പ്രശ്നങ്ങൾ ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അതനുസരിച്ച് തന്നെ നമ്മുടെ വിശ്വനാണെങ്കിൽ അനിയുടെ അടുത്ത് പോയി സംസാരിക്കുകയാണ്. അപ്പം അനിരുദ്ധ് പറയുന്നുണ്ട്, അച്ഛാ, എന്തൊക്കെ വന്നാലും അവളും അച്ഛനും അമ്മയും ഒക്കെ എന്നോട് കാണിച്ചത് ഒരിക്കലും മാപ്പർഹിക്കാൻ പാടില്ലാത്തത്ര തെറ്റ് തന്നെയാണ്. എൻ്റെ അമ്മ മരിച്ചുപോയി എന്നും പറഞ്ഞ് എന്നെ കൊണ്ട് ബലി വരെ ഇടിയിച്ചില്ലേ. ആ സമയത്ത് അനന്യയ്ക്കും സത്യങ്ങളൊക്കെ അറിയാമായിരുന്നു എന്ന് തന്നെയാണ് എനിക്കിപ്പോൾ തോന്നുന്നതെന്ന് പറയുമ്പം തൻ്റെ മകൾ അതിൽ കുറ്റക്കാരിയല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് വിശ്വൻ സംസാരിക്കുന്നത്. പക്ഷെ അനിരുദ്ധ് വിശ്വസിക്കുന്നുണ്ട് അനന്യയ്ക്കും അതിൽ പങ്കുണ്ട് എന്നുള്ള കാര്യം. എന്തായാലും അത് പ്രേമ ചെയ്തൊരു ചതിയാണ് മോനെ. അച്ഛനും അതിന് കൂട്ടുനിൽക്കേണ്ടി വന്നു. നീ ഞങ്ങള് തെറ്റ് ചെയ്തതിന് നീ ഞങ്ങളോട് ദേഷ്യപ്പെട്ട പോരെ, എന്തിനാണ് ഞങ്ങളുടെ മകളെ നീ തനിച്ചാക്കി പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ വിശ്വൻ ചോദിക്കുമ്പം അതെ, എന്തായാലും അമ്മ ആഗ്രഹിച്ചതുപോലെ തന്നെ അവള് നിങ്ങളോടൊപ്പം തന്നെ ജീവിക്കട്ടെ, അവൾക്ക് ഇനിയും നല്ലൊരു ജീവിതമൊക്കെ കിട്ടും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് അനിരുദ്ധ് പോകും എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ നിൽക്കുകയാണ് എന്നുള്ള കാര്യം വിശ്വനെ അറിയിക്കുകയാണ്. അപ്പോൾ വിശ്വനാണെങ്കിലും ഇനി ഇവനോടൊന്നും പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാന്ന് മനസ്സിലാക്കി പുള്ളിക്കാരൻ അവിടെ നിന്ന് അങ്ങ് പോവുക. അപ്പോൾ തൻ്റെ അച്ഛൻ വന്നിട്ട് എന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുക കേട്ടോ അനന്യ ഓടിച്ചെന്ന് വിശ്വന്റെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛാ, അനിരുദ്ധ് എന്ത് പറഞ്ഞു? അവൻ പോകുമെന്ന് തന്നെയാ മോളെ പറഞ്ഞത്. അച്ഛൻ പറയാവുന്നതിൻ്റെ മാക്സിമം പറഞ്ഞു. പക്ഷേ അവൻ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. ഇനി ഞാൻ ആലോചിച്ചിട്ട് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, മോള് സുമിത്രയെ ഒന്ന് പോയി കാണുക എന്നുള്ള കാര്യം പറയുക. അപ്പൊ സുമിത്ര വിചാരിച്ചാൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കിനും അനന്യ ആ രീതിയിൽ ചിന്തിക്കുകയാണ്.
അപ്പം നമ്മുടെ പൂജയാണെങ്കിൽ ഓഫീസിൽ നിന്നും പങ്കജിന്റെ അടുത്ത് ദീപുങ്കളുടെ കാര്യങ്ങളെല്ലാം സംസാരിച്ചല്ലോ. അപ്പം ദീപുവിനെ പോലെ തന്നെ കൊടും ചതിയനാണ് നമ്മുടെ അപ്പു എന്നും വരുത്തി തീർത്തിരിക്കുകയാണ് പങ്കജ് പറയുന്ന കാര്യങ്ങളെല്ലാം ചെറിയ രീതിയിലൊക്കെ നമ്മുടെ പൂജയുടെ മനസ്സിലേക്ക് ഇടം പിടിക്കുന്നുണ്ടെങ്കിലും അപ്പുവിനെ പൂർണ്ണമായിട്ടും പൂജ അങ്ങോട്ട് വിശ്വസിക്കാതെ ഇരിക്കുന്നില്ല കേട്ടോ. അപ്പു അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് തന്നെയാണ് നമ്മുടെ പൂജയുടെ വിശ്വാസം. പക്ഷേ ഇവനാണെങ്കിലോ എങ്ങനെയെങ്കിലും ഇവളുടെ മനസ്സിൽ വിഷം കുത്തി നിറച്ചിട്ട് തന്നെ ബാക്കി കാര്യം. അപ്പം ഇത് തന്നെയാണ് പറ്റിയ അവസരമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവളാണെങ്കിലോ ദേ പൂജ, എൻ്റെ മമ്മി തന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ തനിക്കറിയാലോ മമ്മിക്കിപ്പം വയ്യാണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എന്താഗ്രഹം പറഞ്ഞാലും സാധിച്ചു കൊടുക്കും ഞാൻ. താൻ എന്നോടൊപ്പം വീട്ടിലേക്ക് വരുമോ എന്ന് ചോദിക്കുമ്പം അതിനെന്താ പങ്കജ്, അതെൻ്റെ ആൻറ്റി അല്ലേ, ആൻറ്റിയുടെ അസുഖം മാറേണ്ടത് എൻ്റെ ആവശ്യമാണ്. എന്തായാലും ഞാൻ വീട്ടിലേക്ക് വരാമെന്നും പറഞ്ഞ് പങ്കജും പൂജയും കൂടി രഞ്ജിതയെ കാണാൻ ചെല്ലുകയാണ്. അപ്പം ആ സമയത്താണെങ്കിലോ രഞ്ജിതയാണെങ്കിൽ നമ്മുടെ അനിരുദ്ധും സുമിത്രയും തമ്മിൽ ഒന്നിച്ചതും സിദ്ധാർത്ഥ് വീട്ടിലെത്തിയ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത് വെച്ച് വേണം നമ്മുടെ പൂജയെ എങ്ങനെയും ട്രാപ്പിലാക്കാനായിട്ട്. അപ്പം സുമിത്രയും പൂജയും തമ്മിൽ തെറ്റിയെങ്കിൽ മാത്രമേ രഞ്ജിതയ്ക്ക് അപ്പച്ചി എന്നുള്ള സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മുടെ പങ്കജും പൂജയും തമ്മിലുള്ള വിവാഹം നടത്തി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഇതൊക്കെ മനസ്സിലാക്കി തന്നെ പുള്ളിക്കാരി കളിക്കാൻ ഇറങ്ങുകയാണ്. അങ്ങനെതാ പൂജ ആ വീട്ടിലെത്തിയതും ആൻറ്റിക്ക് ഇപ്പം എങ്ങനെയുണ്ടെന്നും ചോദിച്ച് രഞ്ജിതയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പം രഞ്ജിത പറയുന്നുണ്ട്, എന്ത് പറയാനാ മോളെ, എനിക്ക് എപ്പോഴും ടെൻഷനാണ്. എൻ്റെ ഏട്ടൻ്റെ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴും നിന്റെ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴും ഒക്കെ എനിക്ക് നല്ല ടെൻഷനുണ്ട് മോളെ. ഞാൻ കാരണമല്ല ഇങ്ങനെയൊക്കെ ജീവിക്കേണ്ടി വരുന്നത്. ഇപ്പം തന്നെ ആൻറ്റിക്ക് മനസ്സിലാവുന്നുണ്ട് മോളൊരു അനാഥയെ പോലെയാണ് ജീവിക്കുന്നത്. മോളുടെ ചുറ്റും ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും മോള് ശരിക്കും തനിച്ച് തന്നെയല്ലേ എന്നുള്ള കാര്യം പറയുമ്പോഴാണ് രഞ്ജിത പറഞ്ഞതിൻ്റെ കാര്യങ്ങൾ നമ്മുടെ പൂജ ആലോചിക്കുന്നത്. അതിന് എൻ്റെ അമ്മ എന്നോടൊപ്പം ഉണ്ടല്ലോ, എൻ്റെ സുമിത്ര അമ്മ എന്നെ സ്വന്തം അമ്മയെ പോലെ തന്നെയാണ് സ്നേഹിക്കുന്നത് എന്നുള്ള കാര്യം പൂജ പറയുമ്പം രഞ്ജിത പറഞ്ഞ് അതങ്ങ് തിരുത്തി കൊടുക്കുകയാണ്. അതെ മോളെ, നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല സുമിത്ര എത്രമാത്രം കണ്ണിങ് ആണ് എന്നുള്ള കാര്യം അതെ എനിക്ക് മാത്രമേ അറിയുള്ളൂ. നിന്റെ അച്ഛനുമായിട്ട് കല്യാണം കഴിഞ്ഞ നാളുകളിലും സുമിത്രയ്ക്ക് സിദ്ധാർത്ഥിനോട് താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഞാൻ പുള്ളിക്കാരിയോട് ദേഷ്യം കാണിച്ചത് എന്നുള്ള കാര്യം കൂടി പൂജയെ പറഞ്ഞ് അടിച്ചേൽപ്പിക്കുമ്പോഴത്തേക്കിനും പൂജയാണെങ്കിൽ കൺഫ്യൂസ്ഡ് ആകുകയാണ്. ഇവൾക്ക് എന്ത് ചെയ്യണം, ആര് പറയുന്നത് വിശ്വസിക്കണം? പക്ഷെ ഇത്രയും കാലം തന്നോടൊപ്പം നിന്ന ആ അമ്മയെ തള്ളി പറയാനുള്ളൊരു മനസ്സ് അവിടെ നമ്മുടെ പൂജയ്ക്ക് ഉണ്ടാക്കിയെടുക്കുകയാണ് രഞ്ജിത. അപ്പൊ രഞ്ജിതയുടെ ഈ അടവും കാര്യങ്ങളും ഒക്കെ ഫലിക്കുന്നുണ്ടെന്ന് പങ്കജ് അപ്പുറേ നിന്ന് നല്ല രീതിയിൽ തന്നെ അമ്മ പറയുന്നുണ്ടെന്നുള്ള രീതിയിൽ ആക്ഷൻ കാണിക്കുകയാണ്. പക്ഷേ പൂജയാണെങ്കിൽ സത്യങ്ങളൊന്നും മനസ്സിലാക്കുന്നേ ഇല്ല. പൂജ പറയുന്നുണ്ട്, ആൻറ്റി പറയുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങൾ. എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അച്ഛനെ ഒരുപാട് ഇഷ്ടമാണ് മോളെ. അതെല്ലാം സുമിത്രയുടെ അഭിനയമാണ്. നീ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? സുമിത്ര ഇപ്പോഴും ഇപ്പം നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അനിരുദ്ധ സുമിത്രയ്ക്ക് അരികിലെത്തി, ശീതളുണ്ട്, അതുപോലെ തന്നെ അവരുടെ ഭർത്താവും ഉണ്ട്. പിന്നെ അവിടെ മോൾക്ക് എന്താണ് സ്ഥാനം? മോൾ അവിടെ ആരുമല്ലാത്ത അവസ്ഥയിലാകും. അതുകൊണ്ട് തന്നെ മോൾ ഇനി അവിടെ നിൽക്കുന്നത് നല്ലതിനായിരിക്കില്ല എന്നൊക്കെ പറയുകയാണ്. പക്ഷേ നമ്മുടെ പൂജയാണെങ്കിലോ ഞാൻ എൻ്റെ അമ്മയെ തനിച്ചാക്കി ഒരിക്കലും വരില്ല ആൻറ്റി. അപ്പം അതിന് വേണ്ടിയിട്ട് ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം, അത് നമ്മുടെ പൂജയുടെ വീട്ടിൽ സുമിത്രയും പൂജയും തമ്മിൽ ഇടി വരുന്ന രീതിയിലൊരു വിഷയം സരസ്വതി അമ്മയെ കൊണ്ട് ഉണ്ടാക്കിക്കണം. അത് തന്നെയാണ് നമ്മുടെ രഞ്ജിതയുടെ മനസ്സിലിരിപ്പ്. അങ്ങനെതാ പൂജ വീട്ടിലേക്ക് പോയി. ആ സമയത്താണെങ്കിലോ സരസ്വതി അമ്മയെ വിളിക്കുകയാണ് രഞ്ജിത. അപ്പം രഞ്ജിത വിളിക്കുന്നത് എന്തിനാണെന്ന് സരസ്വതി അമ്മയ്ക്ക് നല്ല രീതിയിൽ തന്നെ അറിയാം. ഇപ്പം സരസ്വതി അമ്മയുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ സിദ്ധാർത്ഥവും സുമിത്രയും ഒരുമിക്കണം. അതുപോലെ തന്നെ രഞ്ജിതയുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ പൂജയെ എങ്ങനെയും ആ വീട്ടിൽ നിന്നും തൻ്റെ വീട്ടിലേക്ക് എത്തിക്കണം. അപ്പം ഇവർ രണ്ടു കൂട്ടരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? അത് തന്നെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. നമ്മുടെ പൂജ സുമിത്രയെ ഉപേക്ഷിച്ച് ആ വീട്ടിൽ നിന്നും പടി ഇറങ്ങാനുള്ള കാര്യങ്ങൾ അത് സരസ്വതിയെ വെച്ച് തന്നെ നമ്മുടെ രഞ്ജിത പണി നടത്തിയിരിക്കും എന്നൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രമോ വിശേഷമാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്